എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് 2025 ഇറങ്ങിയ മലയാളം ക്രൈം ഡ്രാമ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് രേഖാചിത്രം. ഇതൊരു ഹിസ്റ്റോറിക്കൽ സിനിമയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ജോഫിൻ ടി ചാക്കോ ആണ് ഇതിൻ്റെ ഡയറക്ടർ. സ്റ്റോറി എഴുതിയിരിക്കുന്നത് രാമു സുനിലാണ്. സ്ക്രീൻ പ്ലേ ജോൺ മാന്ത്രിക്കൽ, രാമു സുനിൽ ഒന്നിച്ചാണ്. പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആസിഫ് അലി, അനശ്വര രാജൻ, പിന്നെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാവരുടെയും പേരിവിടെ പറയുന്നില്ല. ഈ സിനിമ എനിക്ക് പൊതുവിൽ ഈ കേരള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ഒരു പീരീഡ് പീസായിട്ട് കാണിക്കുമ്പം അതും എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു സെറ്റിംഗ് ആണ്. മമ്മൂട്ടിയുടെ കാതോട് കാതോരോ എന്നുവെച്ചാൽ ഭരതൻ്റെ സിനിമയിൽ, മമ്മൂട്ടി അഭിനയിച്ച സിനിമയിൽ കാതോട് കാതോരോ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിങ്ങിൽ വെച്ച് കാണാതെ പോകുന്ന ഒരു പെൺകുട്ടിയുടെ കഥയെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അപ്പം പൊതുവിലുള്ള ഒരു സ്റ്റോറി മിസ്റ്ററി ത്രില്ലറിൻ്റെ ഒരു രൂപത്തിന് ഒരു ഇച്ചിരി ട്വിസ്റ്റ് വരുത്തിയാണ് ഈ സീരീസ് എടുത്തേക്കുന്നത്. നമ്മൾ ഒരു സിനിമ കാണുമ്പം ആരാണ് ഒരു കൊലപാതകം നടന്നെങ്കിൽ അതാരാണ് കൊലപാതകി എന്ന് കണ്ടുപിടിക്കുന്നതാണ് എപ്പോഴും ഒരു ത്രില്ലർ. പക്ഷേ ഇതിനകത്ത് കൊലപാതകി ആരാണെന്ന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. ആ റോളിൽ സത്യം പറഞ്ഞാൽ വില്ലന്മാരായിട്ട് വരുന്നവരെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ചത്തതാരാണ്, മരിച്ചതാരാണ് എന്നുള്ളതാണ് സിനിമയുടെ കഥ. അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഒരു ട്വിസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആസിഫ് അലി ആസ് യൂഷ്വൽ കിടിലം പെർഫോമൻസ്. ആസിഫ് അലിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അദ്ദേഹം എനിക്കൊന്ന് ഓരോ സിനിമ കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കഴിവ് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം കിഷ്കിന്താകാണ്ടൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇതിനകത്തും അത്രയും മെറ്റീരിയൽ ഇല്ല വർക്ക് ചെയ്യാൻ, എന്നാലും നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ പിന്നെ ഒരു കാര്യം ഇതിൻ്റെ മമ്മൂട്ടിയുടെ ഓക്കെ, ഞാനത് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഓവറോൾ സിനിമ കുഴപ്പമില്ലായിരുന്നെന്ന് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഇറ്റ് വാസ് നോട്ട് എ ഗ്രേറ്റ് മൂവി. വളരെ അടിപൊളിയായിട്ടാണ് തുടങ്ങിയത്. പിന്നെ പതുക്കെ വെയിൻ ചെയ്ത് സിനിമ NDR ആകുമ്പോഴത്തേക്കും നല്ല ബോറാവുന്നുണ്ട്. പക്ഷേ വൺ ടൈം വാച്ച് എന്ന് ഞാൻ പറയും, ഒരു തവണ കണ്ടിരിക്കാം. അതാണ് എൻ്റെ ബേസിക് റിവ്യൂ. സ്പോയിലേഴ്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ അത്രയും പറയുന്നു. സ്പോയിലേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് മമ്മൂട്ടിയുടെ സീനുണ്ട്. അതിന് ഒബ്വിയസ്ലി ഒറിജിനൽ മമ്മൂട്ടി അല്ല. മമ്മൂട്ടി കാതോരത്തിൻ്റെ സമയത്ത് ആ സെറ്റിലുണ്ടായ ചില കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് മമ്മൂട്ടിയെ കാണിച്ചിരിക്കുന്നത്. കഥയുമായിട്ട് വലിയ ഇൻട്രാക്ഷൻ ഇല്ലാത്ത ഒരു ക്യാരക്ടറായിട്ടാണ്. മമ്മൂട്ടിയല്ല, വേറൊരു നടനെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് എനിക്കൊന്ന് ഡീപ്പ് ഫേക്കോ എന്തോ ടെക്നോളജി യൂസ് ചെയ്തിട്ട് മമ്മൂട്ടിയുടെ മുഖം വെച്ചിരിക്കുകയാണ്. റെലവൻസ് ഇല്ല. അത് വളരെ നല്ല രീതിയിൽ ചെയ്തെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. കേരളം പോലെ മലയാളത്തിലെ കേരളത്തിലെ മലയാളം പോലെ ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ ചെയ്ത സ്ഥിതിക്ക് അത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയണം. പക്ഷെ അത് ഒഴിച്ചാൽ എനിക്കത് അത്ര ഇമ്പ്രസീവായിട്ടൊന്നും തോന്നിയില്ല. നമുക്ക് കാണുമ്പോൾ അറിയാമോ ഇത് റിയൽ മമ്മൂട്ടി അല്ല, അല്ലെങ്കിൽ അതിപ്പം മമ്മൂട്ടി ആരാന്ന് അറിയാത്ത ആൾക്ക് പോലും അത് കാണുമ്പോൾ മനസ്സിലായി ഇത് റിയൽ ഒരു മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. എനിക്കത് വലിയ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഇതിനകത്ത് സ്റ്റാൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും നമ്മുടെ ആസിഫ് അലിയുടെ ആക്ടിംഗ് ആണ്. അനശ്വര രാജൻ്റെ ആക്ടിങ് എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുള്ളൂ. അങ്ങനെ പൊതുവെ പുള്ളിക്കാരി വന്ന സമയത്തുള്ള ഒരു ഇമ്പാക്ട്ഫുൾ ആക്ടിങ് ഉണ്ടായിരുന്നു. അത് എനിക്ക് അങ്ങനെയൊന്നും ഇതിനകത്ത് തോന്നില്ല. നേരിനകത്തൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അത്രയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ സ്റ്റോറി ഞാൻ പറഞ്ഞതുപോലെ ആരാണ് കൊന്നത് എന്നല്ല, ആരാണ് മരിച്ചത് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളൊരു യാത്രയൊക്കെ കാണിക്കുന്നത് കൊള്ളാം. പക്ഷേ അഗെയിൻ ഭയങ്കര സ്ലോയാണ്. ഈ സിനിമ ഇത്രയും വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. അതെനിക്കൊന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് 2 മണിക്കൂറിന് മുകളിലുണ്ട്. അതിനും 2.25 മണിക്കൂറും കണ്ടുണ്ട് ഈ സിനിമ. എനിക്ക് 2.25 മണിക്കൂർ ഇരുന്ന് കാണുന്ന പോലെ തോന്നി. നല്ല ലെങ്തി ആയിട്ട് തോന്നി. പേസിങ് ഭയങ്കര സ്ലോ ആണ്. പാസ്റ്റൊക്കെ കാണിച്ചത് കൊള്ളാം, ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം കൊള്ളാം. പക്ഷെ അതൊഴിച്ചാൽ ഓവറോൾ നോട്ട് വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദ മൂവി എന്ന് തന്നെ വേണം എനിക്ക് പറയാൻ. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, കണ്ടു നോക്കുക. ഇപ്പോൾ ഇത്ര ലേറ്റായിട്ട് റിവ്യൂ വരുന്ന സ്ഥിതിക്ക് ഒട്ടുമിക്ക ആൾക്കാരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ എന്നാലും ദിസ് ഈസ് മൈ ഒപ്പീനിയൻ. എല്ലാവർക്കും റിവ്യൂ കേട്ടതിനും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒത്തിരി നന്ദി. ഇത് റിവ്യൂ കേട്ടതിനും വീണ്ടും നന്ദി. നമസ്കാരം.